ജനമനസ്സറിഞ്ഞ് സുൽത്താൻ ഹൈതം. ഒടുവിൽ ആശ്വാസം. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്ന് കോഴിക്കോട് കൊച്ചി സർവീസുകൾ പുനരാരംഭിക്കുന്നു. സലാല കേരള സെക്ടറിൽ സർവീസുകൾ പുനരാരംഭിക്കാതെ എയർ ഇന്ത്യ എക്സ്പ്രസ്. പ്രതിഷേധം ശക്തം. കാത്തിരിപ്പ് കണ്ണീരിലമർന്നു. ഒമാനിൽ 3 പേർക്ക് പുതുജീവനേകി ടിനോ ജീവിതത്തിൽ നിന്ന് മടങ്ങി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാന്റെ സമഗ്ര വികസന പ്രക്രിയയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും പൗരന്മാരുടെ ആവശ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുമായി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് വിവിധ ഗവർണറേറ്റുകളിൽ സന്ദർശനം നടത്തി. ഭരണാധികാരിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും ഒമാൻ വിഷൻ 2040 പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനുമായിരുന്നു ഈ സുപ്രധാന സന്ദർശനം. വടക്കൻ ഷർക്കിയ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിലാണ് സുൽത്താൻ സന്ദർശനം നടത്തിയത്. ഇബ്ര, അൽ ഖാബിൽ, ബിദിയ, സൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുൽത്താനെ സ്വീകരിക്കാൻ വലിയ ജനക്കൂട്ടം തന്നെ ഒത്തുചേർന്നു. പാരമ്പര്യ കലാരൂപങ്ങൾ അവതരിപ്പിച്ചും പ്രാർത്ഥനകൾ ചൊല്ലിയുമാണ് ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയെ സ്വീകരിച്ചത്. വിവിധ വിലായത്തുകളിലായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സർക്കാർ നടപ്പാക്കിയതും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സാമൂഹിക സാമ്പത്തിക വികസന പദ്ധതിയുടെ പുരോഗതി സുൽത്താൻ നേരിട്ട് വിലയിരുത്തി. ഒമാനിലെ പ്രവാസി മലയാളികൾക്ക് ആശ്വാസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കുന്നു. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള സർവീസുകൾ മെയ് 5 മുതൽ പുനരാരംഭിക്കുന്നുവെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഒരു മാസത്തിലേറെയായി ഈ സർവീസുകൾ റദ്ദാക്കിയ നിലയിലായിരുന്നു. കേരളത്തിലേക്ക് കണ്ണൂർ, തിരുവനന്തപുരം സർവീസുകൾ ഏപ്രിൽ ആദ്യത്തിൽ പുനരാരംഭിച്ചെങ്കിലും കോഴിക്കോട്, കൊച്ചി സർവീസുകളെ എയർ ഇന്ത്യ തഴയുകയായിരുന്നു. പ്രവാസികളുടെ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് പ്രസ്തുത സർവീസ് പുനരാരംഭിക്കുന്നത്. ഒമാനിൽ സ്കൂൾ അവധിക്കാലം കൂടി ആരംഭിക്കുന്നതിനാൽ കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും മസ്കത്തിൽ നിന്ന് പുനരാരംഭിക്കുന്നത് പ്രവാസികൾക്ക് സഹായകമാകും. മെയ് 5 മുതൽ എല്ലാ ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളാണ് കോഴിക്കോട്ടേക്കുള്ള സർവീസ്. മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിട്ടും സലാലയിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള സർവീസുകൾ മെയ് 5 മുതൽ പുനരാരംഭിക്കുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. മസ്കത്തിൽ നിന്ന് കണ്ണൂർ, തിരുവനന്തപുരം സർവീസുകൾ ഏപ്രിൽ ആദ്യത്തിൽ പുനരാരംഭിച്ചിരുന്നു. ഇതോടെ മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും മെയ് 5 മുതൽ പതിവ് പോലെ ലഭ്യമാകും. സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ 2ഉം കൊച്ചിയിലേക്ക് 1 സർവീസുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയിരുന്നത്. അവധിക്കാലം അടുത്തിട്ടും സലാലയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് അകാരണമായി റദ്ദാക്കുന്നത് നിരവധി പ്രവാസികളെയാണ് വെട്ടിലാക്കിയത്. സലാലയിൽ നിന്നും കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് മാർച്ച് 1 മുതൽ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിക്കാനിരുന്നതാണ്. മാസങ്ങളായി നിർത്തിവെച്ചിരുന്ന സർവീസുകളാണിത്. എന്നാൽ സലാലയിൽ നിന്ന് മാർച്ച് 28 വരെയുള്ള കൊച്ചി, കോഴിക്കോട് സർവീസുകൾ ഒരു കാരണവുമില്ലാതെ ഘട്ടം ഘട്ടമായി റദ്ദാക്കുകയായിരുന്നു. കണ്ണീരും പ്രാർത്ഥനയുമായി പ്രതീക്ഷയോടെയുള്ള ഉറ്റവരുടെ കാത്തിരിപ്പ് ബാക്കിയാക്കി പ്രവാസി യുവാവ് ജീവിതത്തിൽ നിന്ന് മടങ്ങി. ഒമാനിലെ മോഡേൺ എക്സ്ചേഞ്ച് ബർക്ക ബ്രാഞ്ച് മാനേജറായി ജോലി ചെയ്തിരുന്ന ടിനോ തോമസ് പണിക്കറാണ് മരിച്ചത്. കൊല്ലം കുണ്ടറ പെരുമ്പുഴ കേരളപുരം മാളിയേക്കൽ കുടുംബാംഗം പരേതനായ ജോൺ ടി പണിക്കരുടെയും അന്നമ്മ തോമസിന്റെയും മകനാണ്. വീടിനുള്ളിൽ വീണ് തലക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മസ്കത്തിലെ സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവെയാണ് വിയോഗം. ജീവിതത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഒമാനിലെ 3 പേർക്ക് പുതുജീവന്റെ പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൂടിയാണ് ടിനോ മടങ്ങുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.